91 സങ്കീർത്തനം 11 വാക്യം. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിങ്ങളെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരു വലിയ പ്രൊട്ടക്ഷന്റെ, ഒരു സംരക്ഷണത്തിന്റെ ഒരു സന്ദേശമാണ് കാണാൻ കഴിയുന്നത്. കാല് കല്ലിൽ തട്ടി മറിഞ്ഞു പോകാതിരിപ്പാൻ, വീണു പോകാതിരിപ്പാൻ നിങ്ങളെക്കുറിച്ച് ദൈവം ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവത്തിന്റെ ദൂതന്മാരുടെ ഒരു പ്രൊട്ടക്ഷൻ ഒരു ദൈവഭക്തൻ എന്നുള്ള നിലയിൽ നമുക്കുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമറങ്ങി അവരെ വിടുവിക്കുന്നു. അതെ, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദൂതന്മാരുടെ സംരക്ഷണം. ദൂതന്മാർ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിന്റെ അപ്പോസ്തോലന്മാർ, യേശുവിന്റെ ശിഷ്യന്മാർ, യേശുവിന്റെ ഉയർപ്പിന് ശേഷം അവർ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അസൂയ പൂണ്ട്, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ കാണാൻ കഴിയും, അവരെ പിടിച്ച് തടവിലാക്കി, കാരാഗ്രഹത്തിലാക്കി. നിഴല് തട്ടിപ്പോലും രോഗികൾ സൗഖ്യമാകുന്ന കാലഘട്ടത്തിൽ അസൂയയുണ്ടായിട്ട് മതകോടതി അവരെ വിചാരണ കൂടാതെ കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടു. എന്ത് സംഭവിച്ചെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, അർദ്ധരാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിലിറങ്ങി അതിന്റെ വാതിലുകൾ തുറന്ന് അവരെ ഹല്ലേലൂയ പുറത്തു കൊണ്ടുവന്നു. അവര് പള്ളിയിൽ സുവിശേഷം പ്രസംഗിക്കുന്നത് കാണാൻ കഴിയും. അതിരാവിലെ എഴുന്നേറ്റ് കാരാഗ്രഹ പ്രമാണി കാവൽക്കാരോട് ചോദിച്ച് അവിടെ ചെല്ലുമ്പോൾ കാവൽക്കാരവിടെ ഉണ്ട്, അതിന്റെ ലോക്ക് അതുപോലുണ്ട്. പക്ഷേ ദൂതനിറങ്ങി അവരെ വിടുവിച്ചു. ഇന്നെനിക്ക് പറയാനുള്ള സന്ദേശം എന്താണെന്നറിയാമോ? നിങ്ങളുടെ സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഇരിക്കട്ടെ, പ്രതികൂലങ്ങൾ അതുപോലെ തന്നെ ഇരിക്കട്ടെ, അതിനകത്തു നിന്നും ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് ആ സാഹചര്യത്തിൽ നിന്നും എടുത്തു മാറ്റുന്നു. മറ്റുള്ളവർ നോക്കുമ്പോൾ സാഹചര്യങ്ങളുടെ അകത്തു നീ കിടക്കുകയാണെങ്കിൽ ഇന്ന് പറയാം, ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളെ ആ സാഹചര്യത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ തുടങ്ങുക. ആമേൻ പറഞ്ഞു സ്വീകരിക്കാമോ? ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു. പ്രതീക്ഷിക്കാത്ത നേരത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടുന്നു. ആമേൻ.